വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു സൺഡേ വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ, ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിക്കോളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഞായറാഴ്ച രാവിലെ തന്നെ ഞാൻ നേരത്തെ ഒരു 5 മണിയൊക്കെ ആയി എണീറ്റിട്ടുണ്ടായിരുന്നു. എനിക്ക് 6 മണിക്ക് തന്നെ പള്ളിയിലേക്ക് പോകണം. പള്ളിയിൽ 6 മണിക്കായിരുന്നു കുർബാന. അപ്പോൾ ഞാൻ രാവിലെ പോയി പള്ളിയിൽ പോയി അപ്പച്ചൻ്റെ അടുത്തൊക്കെ പോയി പ്രാർത്ഥിച്ച് നേരെ അങ്ങനെ വീട്ടിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഇന്ന് കാറ്റീസത്തിന് പോകണം, അവർക്ക് വീട്ടിൽ നിന്ന് 8:45 പോകണം. അപ്പോഴേക്കും നമുക്ക് രാവിലത്തേതായ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ വരുമ്പോഴേക്കും അമ്മ ചോറ് റൈസ് കുക്കറിലൊക്കെ തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചായ പിന്നെ ഞാൻ രാവിലെ പാൽ ചായ വെച്ചിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഗ്ലാസ് കുടിച്ചിട്ട് പിന്നെ അങ്ങനെ പോയത് കേട്ടോ. അപ്പം ചോറിൻ്റെ പണി കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ നൂലപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നൂലപ്പത്തിലേക്കുള്ള മാവ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നൂലപ്പം മുട്ടക്കറിയും വെക്കാനുള്ള പ്ലാനാണ്. അപ്പം അമ്മ മുട്ടക്കറിയിലേക്കുള്ള സബോളയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി അരിയാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മ അതവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. സൺഡേ ആയിട്ട് എല്ലാവരും വീട്ടിൽ എന്തൊക്കെയാണ് പരിപാടികൾ? പിന്നെ എനിക്കിപ്പം ഇന്നത്തെ ഒരു ദിവസം ജോലിക്ക് പോകണമെങ്കിലും തന്നെ രാവിലെ നേരം വെളുത്ത വൈകുന്നേരം ആവണത് അറിയില്ല കേട്ടോ. ഒറ്റ ദിവസം എങ്ങനെയാണ് പോകണമെന്ന് അറിയില്ല. ജോലിക്ക് പോയിരുന്നു കഴിഞ്ഞാൽ സമയം പോവില്ല. പക്ഷേ വീട്ടിലുണ്ടല്ലോ രാവിലെ നമുക്ക് 24 മണിക്കൂർ പോരാന്ന് തോന്നും. എന്നാലും നമുക്ക് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഇതാണ് കേട്ടോ. പക്ഷേ അതിനുള്ള സമയം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞായറാഴ്ച കിട്ടണില്ല. ഞായറാഴ്ച രാവിലെ എണീച്ച് രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിള്ളേർ പള്ളിയിൽ പോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലും ഉച്ചയാവും. അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഫുഡൊക്കെ അടിച്ച് വരുമ്പോൾ ഒരു 2 മണിയാവും. പിന്നെ കുറച്ച് നേരം ഒന്ന് കിടക്കാമല്ലോ, ഒരു ഞായറാഴ്ച ഒരു മുടക്കലുള്ളൂ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കിടക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് വരുമ്പോൾ ഒരു 5-5:30 സമയമാവും. അപ്പോഴേക്കും പിന്നെ റിപ്പീറ്റ് നമ്മൾ രാത്രിയിലത്തെ കാര്യങ്ങൾ ചെയ്യണം. വൈകുന്നേരത്തെ എന്തെങ്കിലും കറിയും കാര്യങ്ങളൊക്കെ നോക്കി വരുമ്പോഴേക്കും വൈകുന്നേരമായി. പിന്നെ ഉറക്കായി നേരം വെളുത്ത് ജോലിക്ക് പോകണം. അപ്പോൾ അതാണ് റൊട്ടേഷനായിട്ട് പോണ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ നൂലപ്പത്തിലേക്കുള്ള മാവൊക്കെ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചിങ്ങനെ കുഴച്ച് ചൂടാറാൻ വേണ്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മുട്ട പുഴുങ്ങാൻ വേണ്ടി ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്മ അപ്പളേക്കും അതിലേക്കുള്ള നാളികേരമൊക്കെ ചെരുക്കി തന്നു. നമുക്ക് മുട്ടക്കറിയിലേക്ക് കുറച്ച് നാളികേരപ്പാൽ പിഴിയണം. അപ്പോൾ അതിനുള്ള നാളികേരമൊക്കെ അമ്മ അവിടെ ചെരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേഗം മാവ് ചുറ്റിച്ച് വേഗം വെക്കണം. പിന്നെ അപ്പളേക്കും ഓരോരുത്തരെ ഇങ്ങനെ വിളിച്ച് തുടങ്ങണം. നമ്മൾ 7:30 എണീക്കണമെങ്കിൽ 7 മണിക്ക് വിളിച്ചാലാണ് ഈ ആൾക്കാരൊക്കെ ഒന്ന് പായെന്ന് പൊന്തി വരുള്ളൂ. അതാണ് ഇവിടുത്തെ രാവിലത്തെ ഏറ്റവും വലിയ യുദ്ധം എന്ന് പറയുന്നത്. വീട്ടിലത്തെ ഇതാണ് കേട്ടോ. രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അവർക്ക് നമ്മൾ എണീപ്പിക്കുമ്പോൾ ഒക്കെ സിമ്പിളാണ്. ഇത്ര നേരം ഉണ്ടല്ലോ, ഇത്രയും നേരത്തെ ഞാൻ എണീറ്റല്ലോ എന്നാണ് ഇവിടുത്തെ വർത്താനം. പക്ഷേ ചെറിയ ആൾ അങ്ങനെയല്ല. ചെറിയ ആൾ പിന്നെയും കുറച്ചൊക്കെ ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ 6 മണിക്ക് ഏറ്റിട്ട് വരും. ചിലപ്പോൾ ഞാൻ എൻ്റെ പിന്നാലെ എൻ്റെ കൂടെ ഏറ്റിട്ട് വരും. അങ്ങനെയാണ് ചെറിയ ആൾ. മൂത്ത ആൾക്കാണ് കുറച്ച് കാലത്ത് എണീക്കാനുള്ള ഒരു മടി കേട്ടോ. അപ്പം നമ്മുടെ നൂലപ്പത്തിനുള്ള ചുറ്റിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്കുണ്ടല്ലോ ചെറുപ്പത്തിൽ നൂലപ്പം ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷേ നൂലപ്പത്തിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നാളികേരപ്പാലാണ്. ഞാൻ അങ്ങനെ കറികളൊന്നും കൂട്ടി കഴിക്കില്ല നൂലപ്പം. എനിക്ക് നൂലപ്പം നാളികേരപ്പാലും എനിക്ക് ഭയങ്കര ജീവനായിരുന്നു. ചെറുപ്പത്തിൽ അങ്ങനെ അപൂർവ ദിവസങ്ങളിൽ മാത്രം ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ ഈ നൂലപ്പം. ചെറുപ്പത്തിൽ മെയിനായിട്ട് ഉണ്ടാക്കുന്ന സംഭവം എന്തായിരുന്നു? ഗോതമ്പ് ദോശ ഉണ്ടാക്കും, ഉപ്പുമാവ് ഉണ്ടാക്കും. അങ്ങനെയുള്ള വിഭവങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ. നമ്മൾ ഈ അരി ആട്ടിയിട്ടുള്ള ദോശ, ഇഡ്ഡലി, നൂലപ്പം അതൊക്കെ അപൂർവ ദിവസങ്ങളിൽ നമുക്ക് ഉണ്ടാക്കി കിട്ടുള്ളൂ. അത് വേറെ ഒന്നും കൊണ്ടല്ല, അമ്മ ജോലിക്ക് പോകുന്ന കാരണം ഇട ദിവസങ്ങളിൽ മൊത്തം നമുക്ക് കഞ്ഞിയായിരിക്കും. രാവിലെ അതായിരിക്കും, അങ്ങനെ പലഹാരങ്ങൾ അങ്ങനെ ഉണ്ടാക്കില്ല. പിന്നെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞായറാഴ്ചയാണ്. നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുന്ന ദിവസം ഞായറാഴ്ച രാവിലെയാണ് കേട്ടോ. ഞാൻ സത്യം പറയാലോ, ഒരു ദിവസം ഇതേപോലെ രാത്രി, അതായത് ശനിയാഴ്ച കിടന്നുറങ്ങുന്നതിന് മുൻപ് അമ്മ പറഞ്ഞു പിറ്റത്തെ ദിവസം സേമിയ ഉപ്മാവ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. എനിക്ക് ഇപ്പോഴും അത് ഭയങ്കര ഓർമ്മയാണ്. ഞാൻ ഇടയ്ക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ഞാനത് അമ്മയുടെ അടുത്ത് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു സേമിയ ഉപ്മാവ് ഉണ്ടാക്കാം. അപ്പോൾ അമ്മ തലേ ദിവസം തന്നെ സേമിയ ഉപ്മാവിലേക്കുള്ള എല്ലാ സാധനങ്ങളും, അതായത് സേമിയം, അണ്ടിപ്പരിപ്പ്, പിന്നെ എന്തിട്ടൊക്കെ ക്യാരറ്റ്, കുറച്ച് നെയ്യ്, ഇതൊക്കെ അമ്മ സെറ്റ് ചെയ്ത് വെക്കുന്നത് ഞാൻ രാത്രി തന്നെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പം സേമിയ ഉപ്മാവ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നത് ഞാൻ കഴിക്കണത്. അപ്പം എനിക്ക് ഉറക്കം വരാണ്ട് രാത്രി കിടന്നുറങ്ങിയിട്ട് എനിക്ക് ഉറക്കില്ല. ഞാൻ തിരിഞ്ഞെടുക്കും, അങ്ങോട്ട് തിരിഞ്ഞെടുക്കും. നേരം വെളുത്തോട്ടെ ഇതൊന്ന് കഴിച്ചോട്ടെ എന്നുള്ള കൊതി കൊണ്ടാണ് കേട്ടോ. നമുക്ക് ആ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെയൊക്കെ സ്പെഷ്യൽ ഫുഡൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ്. അപ്പം ഞാൻ രാവിലെ എങ്ങനെയൊക്കെയോ കിടന്ന് പുലർച്ചയ്ക്കാണ്ടാണ് ഞാൻ ഉറങ്ങിയിട്ടുള്ളത്. ഉറക്കത്തിൽ നിന്ന് രാവിലെ എണീച്ച പാടെ കണ്ണ് തുറന്നതും നേരം വെളുത്തൊന്ന് മനസ്സിലായി. നേരെ അടുക്കളയിലേക്ക് ഓടിയിട്ടപ്പോൾ അത്യാവശ്യം വലിയൊരു ചീഞ്ചട്ടി ഇങ്ങനെ മൂടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അടുക്കളയിൽ. ഞാൻ ഓടിച്ചെന്നത് തുറന്നപ്പോൾ നല്ല എന്താ പറയുക, ഇങ്ങനെ വിട്ട് ഇങ്ങനെ വെതറിക്കെടുക്കുന്ന ഉപ്പുമാവുണ്ടല്ലോ. എൻ്റെ അമ്മ ഇപ്പോഴും എനിക്ക് ആ ടേസ്റ്റ്. ചെറുപ്പത്തിൽ കഴിക്കുന്ന ചില സ്പെഷ്യൽ ഭക്ഷണങ്ങളുടെ
രുചി നമുക്കിപ്പോഴും നാവിൻ തുമ്പിലുണ്ടാവില്ലേ? എനിക്കങ്ങനെ ചില ഫുഡുകളുടെ ടേസ്റ്റ് ഇപ്പോഴും എനിക്കെൻ്റെ നാവിൻ്റെ തുമ്പിലുണ്ട് കേട്ടോ. അതുപോലെ സേമിയ പായസം, സേമിയ ഉപ്പുമാവ്, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് ചെറുപ്പത്തിൽ ഭയങ്കര ഇഷ്ടമുണ്ടാവും. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത ഭക്ഷണങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചെറുപ്പത്തിൽ നമ്മൾ കഴിക്കുന്ന രുചിയുള്ള നമ്മുടെ ഇപ്പോഴും നമുക്കത് കഴിക്കണമെന്ന് ആഗ്രഹമുള്ള ചില ഫുഡുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ നമ്മുടെ രാവിലത്തെ അടുക്കളയിലത്തെ ഏകദേശം പണികളൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉറക്ക ടി വിയിൽ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ രസമുണ്ട് അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ എനിക്കിങ്ങനെ പാട്ട് കേട്ടുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഈ ഫോണിൽ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഈ ഫോണിലാണ് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകൾ. അതിങ്ങനെ അടുക്കളയുടെ തിണ്ടത്ത് ഇങ്ങനെ വെച്ചിട്ട് എൻ്റെ എല്ലാ പണികളും കഴിയുന്ന വരെ അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് പണികളുടെ ആ ഒരു ആയാസം അറിയില്ല കേട്ടോ, ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ക്ഷീണം ഒന്നും അറിയില്ല. നമ്മൾ ആ പാട്ടിലിങ്ങനെ ലയിച്ച് നമ്മുടെ വീട്ടിലെല്ലാ ജോലികളും കാര്യങ്ങളൊക്കെ കഴിയേ. അപ്പോൾ അതേ നമ്മുടെ മുട്ടക്കറിയിലേക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താൽ നമുക്കൊരു ചെറിയൊരു ചാറും ചെറിയൊരു കട്ടിയും ഒരു ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് പുഴുങ്ങിയെടുത്ത മുട്ട നന്നായി തൊണ്ടൊക്കെ പൊളിച്ച് നമുക്ക് നടുമുറിച്ച് മുട്ടക്കറിയിലിടാം. ഇതുപോലെ ഒരു ഞായറാഴ്ച കുറച്ച് നാളികേരം ഒന്ന് അരച്ചെടുത്തതാണ് ഗൈസ്. എൻ്റെ വിരലിൻ്റെ തുമ്പ് മൊത്തം മിക്സിയിൽ പെട്ട് അരഞ്ഞു പോയത്. അപ്പം എനിക്കിപ്പോഴും ആ കുറച്ച് നാളികേരം അരയ്ക്കുമ്പോൾ കുറേ അരയ്ക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. ഇപ്പോൾ നമ്മൾ മീൻ കറിയിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കറികളിലേക്കൊക്കെ നമ്മളിങ്ങനെ നാളികേരം അരയ്ക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീൽ വരാറില്ല. പക്ഷെ നമ്മൾ കുറച്ച് നാളികേരം കുറച്ചായിട്ട് തന്നെ ഒതുക്കി ഇപ്പോൾ ചെറിയ രീതിയിൽ നമുക്കൊരു ചെറിയ കറി അല്ലെങ്കിൽ കുറച്ച് നാളികേരപ്പാൽ കിട്ടണം, അങ്ങനെയൊക്കെ നാളികേരം ഇങ്ങനെ മിക്സിയിൽ ഒതുക്കുമ്പോൾ അപ്പം എനിക്കതിങ്ങനെ ഓർമ്മ വരും. ഇതുപോലൊരു ഞായറാഴ്ച ഇതുപോലൊരു 8:30 സമയത്താണ് കേട്ടോ എൻ്റെ വിരൽ മിക്സിയുടെ ഉള്ളിൽ പെട്ടിട്ട് ചതഞ്ഞരഞ്ഞു പോയത്. പിന്നെ അതൊക്കെ റിക്കവറായിട്ടൊക്കെ വന്നു. ഇപ്പോഴും എന്താ പറയുക, ഇപ്പോഴും എൻ്റെ വിരലിൻ്റെ തുമ്പ് എവിടെയെങ്കിലും ചെന്നിങ്ങനെ കുത്തുമ്പോൾ എനിക്ക് അപ്പം ആ ഒരു തരിപ്പും വേദന ഇങ്ങനെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ അടുക്കളയിലത്തെ ഒരുവിധം എല്ലാ പണികളും കഴിഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൻ്റെ പകുതി മുക്കാലും ട്രാജഡികളായിരുന്നു. ട്രാജഡികളുടെ ഒരു എന്താ പറയുക, ഒരു ദുരന്ത പരമ്പരയായിരുന്നു എൻ്റെ ജീവിതത്തിൽ പകുതി മുക്കാലും. ഇപ്പോഴാണ് കുറച്ചും കൂടിയൊക്കെ ഒന്നിങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോണത്. ഇപ്പോഴും ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ് ഇടവിട്ട് തലവേദന അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒന്നിനും നമ്മളെ കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല എന്നറിയുമ്പോൾ അവർ തന്നെ തോറ്റ് പിന്മാറല്ലാണ്ട് വേറെ രക്ഷയൊന്നുമില്ല. എന്താ പറയുക, ഞാൻ ഇപ്പോഴും പറയും, ദൈവം തോൽപ്പിക്കാണ്ട് ഞാൻ തോൽക്കില്ല. എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് കേട്ടോ. എന്തൊക്കെ സംഭവിച്ചാലും ഏതൊക്കെ സംഭവിച്ചാലും ഞാൻ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പം ഞാൻ പിള്ളേരെ പള്ളിയിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ വന്നു. പിന്നെ അതിന് ശേഷം ഒരു 10:30 ആയപ്പോൾ അമ്മതേ കുർബാനയ്ക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അമ്മ അങ്ങനെ പൊക്കോളും, പതുക്കെ ഇങ്ങനെ നടന്ന് അങ്ങനെ പൊക്കോളും. ചില ദിവസങ്ങളിൽ ഞാൻ കൊണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അന്ന് വേണ്ടാന്ന് പറഞ്ഞ അമ്മ അങ്ങനെ നടന്നു പോയിട്ടാണ്. പിന്നെ എനിക്ക് വീട്ടിൽ അത്യാവശ്യം പണികളുണ്ടെന്ന് നമുക്കറിയാം. ആ കൂടി ഒരു ഞായറാഴ്ചയല്ലേ കിട്ടണുള്ളൂ. അപ്പോൾ എനിക്ക് അത്യാവശ്യം കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാണ്ടെന്നുള്ളത് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അമ്മ അങ്ങനെ പോയി. ഞാൻ അപ്പോഴേക്കും വേഗം ഉണ്ണികൾ വരുമ്പോഴേക്കും ചെയ്യാനായിട്ട് കുറച്ച് പണികളുണ്ടായിരുന്നു. കാരണം അത്യാവശ്യം കുറച്ച് മാറാതെ തട്ടാനും അതേപോലെ ഒന്ന് തുടയ്ക്കാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ റൂമിൻ്റെ ജനാലയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം മാറാലായിട്ടുണ്ടായിരുന്നു. കാര്യം ഒരാഴ്ച ആകുമ്പോഴേക്കും നിറച്ച് മാറാല പിടിക്കും. നമ്മുടെ അലമാരിയിൽ ഇടുന്നതിന് ബാക്ക് സൈഡ്, അലമാരിയുടെ താഴെ ഭാഗം അങ്ങനെ പെട്ടെന്ന് പൊടി പിടിക്കും കേട്ടോ വീട്. എനിക്കറിയില്ല, പെട്ടെന്ന് തന്നെ പൊടിയാവും. അപ്പോൾ ഞാൻ വേഗം ജനാലയുടെ എല്ലാ കമ്പിയും കാര്യങ്ങളൊക്കെ വേഗം നമ്മുടെ ഒരു ലിക്വിഡ് ഉണ്ട്, അത് വെച്ചിട്ട് ഞാൻ മൊത്തം തുടച്ച് വൃത്തിയാക്കി. അതുപോലെ അലമാരിയൊക്കെ വലിച്ച് നീക്കിയിട്ട് അതിൻ്റെ ഇടയിലത്തെ പൊടിയും കാര്യങ്ങളൊക്കെ തട്ടി വൃത്തിയാക്കിയിട്ട്. ഇവിടെയൊക്കെ പൊടിയുടെ അലർജിയുള്ള ആൾക്കാരാണ്. പൊടി കുറച്ച് നമ്മളേക്കും തുമ്പി തുടങ്ങുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ വേഗം അതിൻ്റെ ഇടയ്ക്ക് വൃത്തിയാക്കി. പിന്നെ അത് മാത്രമല്ല, ഞാൻ മാസ്ക് വെച്ചിട്ട് പൊടി തട്ടുന്ന പരിപാടി എനിക്കില്ല കേട്ടോ. കാരണം ചെറുപ്പം തൊട്ടുള്ളൊരു ശീലമാണ്. അങ്ങനെ പൊടി തട്ടുമ്പോൾ മാസ്ക് വയ്ക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും എനിക്കില്ല. പക്ഷേ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ, ചേച്ചി പൊടി തട്ടുമ്പോൾ മാസ്ക് വെച്ച് തട്ടിക്കോളൂ, എന്തെങ്കിലും ടെസ്റ്റിൻ്റെ അലർജി വന്നാൽ മാറില്ല എന്ന്. അപ്പോൾ നമ്മൾ അതിനെ ബഹുമാനിക്കേണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ഈ വട്ടം മാസ്ക് വെച്ചിട്ട് തട്ടിയത്. എനിക്കത് പെട്ടെന്ന് ഓർമ്മ വന്നു കേട്ടോ ആ കമൻറ്റ്. അതുകൊണ്ടാണ് ഞാൻ മാസ്ക് വെച്ചിട്ട് പൊടി തട്ടിയത്. അപ്പോൾ എന്തായാലും പറഞ്ഞു തന്ന ആൾക്ക് ഒരുപാട് നന്ദി. പിന്നെ നമ്മുടെ കിടക്കയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു. ഈ കിടക്ക കാണുമ്പോൾ ഭയങ്കര സിമ്പിളല്ലേ ഗൈസ്, പക്ഷേ ഈ സാധനം എടുത്ത് പൊന്തിച്ച് മനുഷ്യൻ്റെ നടുവൊടിയും. എൻ്റെ പൊന്നെ, ഇത് ഞാൻ ഇങ്ങോട്ട് ശരിക്കും അത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയൊക്കെയോ വലിച്ച് നീക്കിയൊക്കെ ഞാൻ അത് അവിടെ നിന്ന് മാറ്റി പൊടിയൊക്കെ തട്ടി തിരിച്ച് അത് അവിടെ നിന്ന് ചാരി വെച്ചു. സംഭവം ഇതിൽ കിടക്കാൻ നല്ല സുഖമാണെങ്കിൽ ഇതൊന്നെടുത്ത് പൊന്തിക്കാനായിട്ടുണ്ടല്ലോ മനുഷ്യൻ്റെ തണ്ടലിൻ്റെ ഉപ്പാട് ഇളകുക. അതാണ് അതിൻ്റെ അവസ്ഥ. ഇതേ നമുക്ക് ഇത്രയ്ക്ക് ചപ്പുചവറി അലമാരിയുടെ അടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആലോചിക്കും 2 പേര് പഠിക്കണുള്ളൂ, പക്ഷെ അതിലേറെ ഒരു 5-6 പേര് പഠിക്കുന്ന അത്ര സാധനങ്ങളാണ് ഇവിടെ. ബുക്ക് ആയാലും എന്തായാലും അതുപോലത്തെ ഒരു അവസ്ഥയാണായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് നമ്മൾ പരിപ്പും തക്കാളിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. 2 ദിവസം അടുപ്പിച്ച് ചിക്കനും കാര്യങ്ങളായിരുന്ന കാരണം പച്ചക്കറി എന്തെങ്കിലും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ മതിയെന്ന് വിചാരിച്ചിട്ട് പരിപ്പും തക്കാളിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പരിപ്പും തക്കാളിക്കോട് ഭയങ്കര ഫാൻസാണ് കേട്ടോ. കാരണം ഈ പരിപ്പും തക്കാളി, കൊണ്ടോട്ടമുളക് അല്ലെങ്കിൽ കുറച്ച് മാന്തളൊക്കെ വറുത്തതുണ്ടെങ്കിൽ നമുക്ക് ചോറുണ്ണാൻ ഭയങ്കര രസമാണ്. വേറെ ഒന്നും വേണ്ട. നമുക്ക് എത്ര ചിക്കനും എത്ര മീൻകറിയും കൊണ്ടുവച്ചാലും ഈ വിഭവത്തിൻ്റെ അടുത്ത് വേറെ ഒന്നും പോവില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പരിപ്പും തക്കാളി. അപ്പം നമ്മുടെ അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം 2 പേരും കാറ്റീസം കഴിഞ്ഞ് വരുമ്പോഴേക്കും ദാഹിക്കണോ എന്ന് പറഞ്ഞിട്ട് ഓടി വന്നത്. അപ്പോൾ 2 പേരും കടയിൽ കയറിയപ്പം എന്തെങ്കിലും കുപ്പിയിലുള്ള എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർ കുറച്ച് വാശിയൊക്കെ പിടിച്ചു. പക്ഷേ ആൾ മേടിച്ചു കൊടുത്തില്ല. കാരണം ഷിഗല്ല വൈറസ് നടക്കണ കാരണം ആൾ പറഞ്ഞു കുപ്പിയിലുള്ള ഒരു സാധനം മേടിച്ച് തരില്ല, വീട്ടിൽ പോയിട്ട് നാരങ്ങ വെള്ളം കുടിച്ചാൽ മതിയെന്ന് പറഞ്ഞു.
അങ്ങനെ വീട്ടിൽ വന്നതും വേഗം ആ ഡ്രസ്സ് പോലും മാറിയിടാണ്ട് വന്ന് പാതിമ്പുറത്ത് കയറിയിരുന്നു കേട്ടോ. മൂത്ത ആൾ ചെറിയ ആൾ അവിടെ കിടന്ന് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ വേഗം ഒരു ചെറുനാരയും കുറച്ച് ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് വേഗം ലൈം അടിച്ച് അവർക്ക് കൊടുത്തു. ഞങ്ങളും കുടിച്ചു കേട്ടോ. കാരണം ആ ഒരു ഉച്ച സമയം വരെ, അതായത് രാവിലെ ഒരു 9 മണിക്ക് പള്ളിയിലേക്ക് പോകണതല്ലേ, പിന്നെ അവർ തിരിച്ച് വരുമ്പോൾ ഒരു 11:45 ആവും. പിന്നെ ചെറിയ ആൾ വന്നിട്ട് ഇന്നത്തെ കുർബാനയുടെ വിശേഷവും ഇന്നത്തെ കുർബാനയ്ക്ക് വന്ന പുതിയ അച്ഛനായിരുന്നു, നല്ല അച്ഛനായിരുന്നു, നല്ല പ്രസംഗമായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല പാട്ടായിരുന്നു, അച്ഛൻ്റെ പാട്ടൊക്കെ കേൾക്കാൻ എന്തായിരുന്നു നമ്മൾ രസം. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. കാരണം അവരത് അത്രയും ആസ്വദിച്ചു, അല്ലെങ്കിൽ അത്രയും അവർ അത് എന്താ പറയുക, അത്രയ്ക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കാര്യം. ഞാൻ വിചാരിച്ചു ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി എണീറ്റിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങളെന്ന് വിചാരിച്ചു. ഞായറാഴ്ചയാണല്ലോ നമുക്ക് കുറച്ച് നേരം ഉറങ്ങാനായിട്ട് കിട്ടുന്ന സമയം. അപ്പം സുഖമായിട്ട് കുറച്ച് നേരം പിള്ളേരെ കൂടെ കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് എണീറ്റിട്ട് നമ്മുടെ കട്ടൻ ചായയുടെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ രാവിലെ മാത്രം പാൽ ചായ ഉണ്ടാവാറുള്ളൂ, ഉച്ച തിരിഞ്ഞ് എന്നും കട്ടൻ ചായ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇഞ്ചി ചതച്ചിട്ട് കട്ടൻ ചായയാണ് കേട്ടോ വയ്ക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചേട്ടൻ ഉച്ചയ്ക്ക് പുറത്ത് പോയി. അപ്പം ഈവനിങ്ങിൽ ചപ്പാത്തിയോ കാര്യങ്ങളോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ആൾ കുറച്ച് ബീഫ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് തന്നെയുള്ളൂ, അമ്മയില്ല, ഞാനും പിള്ളേരും ചേട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പം അമ്മ നാളെ വരുള്ളൂ. അപ്പം ഞങ്ങൾ ആ ബീഫ് ഞാൻ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഫ്രീസറിലിരുന്ന് അത്യാവശ്യം ഐസും കട്ടി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഐസൊന്ന് വിടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ കട്ടൻ ചായ വെക്കുകയാണ്. അപ്പം കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഭയങ്കര എന്താ പറയുക, എല്ലാവർക്കും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ചേട്ടൻ്റെ മരിച്ചിട്ടുള്ള ഒരു കൊല്ലത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. എല്ലാവരും ഭയങ്കര രീതിയിലുള്ള സപ്പോർട്ടായിരുന്നു കേട്ടോ. എനിക്ക് അതിലത്തെ കുറേ കമൻറ്റുകളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ലൈഫിൽ നടക്കുന്ന പലരുടെയും ലൈഫ് പല പോലെയല്ല, നമ്മൾ കാണുന്ന പോലെയൊന്നുമല്ലല്ലോ ആരുടെ ജീവിതം. നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണെന്ന് തോന്നും. പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താ പറയുക, നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഒരിക്കലും ഒരാളെ പുറമേ നിന്ന് നോക്കി വിലയിരുത്തരുത് കേട്ടോ. ഞാൻ അങ്ങനെ പറയുള്ളൂ. ഒരിക്കലും അവരെ പുറമത്തെ അവരുടെ വസ്ത്രമായാലും എന്തായാലും, അല്ലെങ്കിൽ എന്തുകൊണ്ടും നമ്മൾ പുറമേ നോക്കി ഒരാളെ വിലയിരുത്തരുത്. അവരുടെ കൂടെ ഒരു 10 മിനിറ്റ് ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് നമുക്ക് അവരെ പറ്റി മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ പണികൾ ഇവിടെ ഏകദേശം കഴിയുന്നുണ്ട്. ഇത് വേറെ സംഭവമൊന്നുമില്ല, ജസ്റ്റ് നമ്മളൊരു ഗ്രേവി പോലെ വെക്കാനുള്ള ഒരു പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചതിരിഞ്ഞ് എന്തെങ്കിലും ഉണ്ടാക്കണം. അതേപോലെ രാവിലെ തന്നെ ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് നൂലപ്പം കാര്യങ്ങളൊക്കെ ബാക്കി ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് തന്നെ ആവി കയറ്റിയിട്ട് ചിലപ്പോൾ അത് നൂലപ്പം കൂടെ പിള്ളേർക്ക് കൊടുക്കാമെന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ ബീഫ് ഉണ്ടല്ലോ, ബീഫ് വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി വെളിച്ചെണ്ണയിൽ മൊരിയിച്ചിട്ട് നമ്മൾ ബീഫിൽ തിരുമ്പി വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതെൻ്റെ ആൻറ്റിയുടെ റെസിപ്പിയാണ്. അപ്പം ആൻറ്റി ഇങ്ങനെ വെക്കും ആ ചെറുപ്പത്തിൽ, അതായത് ഞാനൊരു 9ാം ക്ലാസ് 10ാം ക്ലാസ്സിൽ ആൻറ്റി വെക്കുന്ന ഒരു സംഭവം കണ്ടിട്ടാണ് ഞാൻ പിന്നെ ബീഫ് വയ്ക്കുമ്പോൾ അങ്ങനെ തന്നെ വെക്കാറുള്ളൂ കേട്ടോ. നല്ലൊരു സ്മെല്ലാണ്, അത് വെളിച്ചെണ്ണ തന്നെ വേണം, എന്നാൽ മാത്രമേ നമുക്ക് ആ ബീഫിലേക്ക് ആ ഒരു സ്മെല്ല് കിട്ടുള്ളൂ. ശരിക്കും പറയുമ്പോൾ നമുക്കതിങ്ങനെ എന്താ പറയുക, താളിക്കണ്ട, അതായത് നമ്മൾ സബോളയും ഇതൊന്നും വെച്ചിട്ട് താളിക്കാണ്ട് തന്നെ അത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബീഫ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ബീഫിലേക്കുള്ള സബോളയും തക്കാളിയും ഇഞ്ചിയും കാര്യങ്ങളൊക്കെ എടുത്ത് അരിയാൻ വേണ്ടി പോവുകയാണേ. അപ്പോഴേക്കും ചെറിയ ആൾ വേഗം തക്കാളിയും പച്ചമുളകും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഓരോ വെള്ളി പോകുന്നുണ്ട് കേട്ടോ, എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. ഇടയ്ക്ക് നമ്മളിങ്ങനെ വോയിസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഓരോ അബദ്ധങ്ങളൊക്കെ വരും. അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പം നമ്മുടെ ബീഫും കാര്യങ്ങളൊക്കെ വെച്ച് ഉച്ചതിരിഞ്ഞുള്ള ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഈവനിങ് വരെ നമ്മുടെ ഒരു ഞായറാഴ്ചത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. നേരം വിളിക്കുന്നു, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നു, വൈകുന്നേരം ആവുന്നു, നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി വരുന്ന വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.